തുമ്പയിൽ വ്യാജരേഖ ചമച്ച് പാസ്പോർട്ട് നേടിയ കേസിന് പിന്നാലെ പൂന്തുറ സ്റ്റേഷനിലും കേസ്. CPO പ്രവീൺ കുമാറിനെ സസ്പെൻഡ് ചെയ്തു. വ്യാജവിലാസത്തിൽ ഒരു പാസ്പോർട്ട് തരപ്പെടുത്തിയതായ കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ. വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, എന്താണ് നിലവിൽ വ്യാപകമായ തോതിൽ ഇത്തരത്തിൽ വ്യാജ പാസ്പോർട്ട് നിർമ്മാണം നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടാമതൊരു കേസ് കൂടി വന്നിരിക്കുന്നത്. തീർച്ചയായും സിജു, അത്തരത്തിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വ്യാജ മേൽവിലാസം ഉണ്ടാക്കി പലർക്കും ഇത്തരത്തിൽ പാസ്പോർട്ട് സംഘടിപ്പിച്ച് നൽകി എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലാണ് ഈ തൂമ്പയിലും വ്യാജ രേഖ ചമച്ച പാസ്പോർട്ട് നേടിയ കേസിന് പിന്നാലെയാണ് ഇപ്പോൾ പൂന്തുറ സ്റ്റേഷനിലും അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. CPO പ്രവീൺ കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വ്യാജവിലാസത്തിൽ ഒരു പാസ്പോർട്ട് തരപ്പെടുത്തിയതായി നിലവിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് സസ്പെൻഷനിലേക്ക് കടന്നത്. പാസ്പോർട്ട് നേടിയ ആളിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തൂമ്പയിൽ സസ്പെൻഷനിലായ അൻസിൻ അസീസിനെ ഇതുവരെ പിടികൂടാനുമായിട്ടില്ല. ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം തന്നെയാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പേർക്ക് എന്താവശ്യത്തിനാണ് ഇത്തരത്തിൽ വ്യാജ മേൽവിലാസത്തിൽ പാസ്പോർട്ട് തരപ്പെടുത്തി നൽകിയതെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, വിജിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.